വിവരം തന്നത് ആരാണെന്ന് അന്വേഷിക്കണ്ട. നാളെ നിങ്ങൾക്ക് ഇവിടെ ചരക്കെത്തുന്നുണ്ടെന്നും സഹദേവൻ വഴിയാണ് ഇടപാട് നടക്കുന്നതെന്നും ഞാൻ അറിഞ്ഞു. ഇത്രയും കാലം നിങ്ങളെ വിശ്വസിച്ചതിന്റെ കൂലി. അതിന് എന്നോട് പരാതിപ്പെട്ടിട്ട് കാര്യമില്ല. മിസ്റ്റർ ഷാ നേരിട്ടാണ് സഹദേവനെ ഏൽപ്പിച്ചത്. കഴിഞ്ഞ വർഷം നിങ്ങളുടെ ശ്രദ്ധക്കുറവുകൊണ്ട് എത്ര ലക്ഷം രൂപയുടെ സ്വർണം നഷ്ടപ്പെട്ടു. അതാവും കാരണം. എന്നാലും മാഡം, ഇയാളുടെ വിഷമം എനിക്ക് മനസ്സിലാവും. അടുത്ത തവണ മിസ്റ്റർ ഷായോട് ഞാൻ പറയാം. അങ്ങനെ സമാധാനിക്കാം. വേറൊന്നും ചെയ്യാനൊക്കില്ലല്ലോ. എന്താ ഇയാൾ? ഓ, ഒരു പരാതി. പോട്ടെന്നേ, നാളത്തെ കാര്യങ്ങൾ എങ്ങനെയാണ്? പുലർച്ചയ്ക്ക് ലോഞ്ച് പുറംകടലിലെത്തും. അവിടുന്ന് കരയിലേക്ക് കടത്താൻ വലക്കാരെ ഏർപ്പെടുത്തിയിരിക്കുന്നത് നാടൻ വള്ളത്തിൽ. സൂക്ഷിച്ചു വേണം. ഒരിക്കൽ പിഴച്ചാൽ പിന്നീട് അവസരം കിട്ടിയെന്ന് വരില്ല. ഹുസൈൻ സാഹിബിന് അതാണ് പറ്റിയത്. മേലിൽ ഒരു ഡീലിങ്സും അയാളെ ഏൽപ്പിക്കില്ല. എന്താ ഹുസൈൻ സാഹിബ് പതിവില്ലാതെ ഈ വഴിക്ക്? പറയാണ്ട്, സ്വകാര്യ. വരൂ. സാറിനെ അയാൾ പറഞ്ഞു പറ്റിച്ചതാണ്. നമ്മൾ വെറുതെ വേഷം കെട്ടി കാത്തു കിടന്നുകൊണ്ട് ഒരു കാര്യമില്ല. ഇവിടെ പൊന്നും വെള്ളിയൊന്നും ആരും ഇറക്കില്ല. എന്താ അവിടെ? അവിടെ ഏതോ ഒരു പെണ്ണ് ചത്ത് കിടപ്പുണ്ട്. ഇന്ന് തന്നെ പണി തീർക്കണം. നാളെ കുട്ടികൾക്ക് എക്സ്കർഷന് പോകാനുള്ളതാണ്. ശരി മാഡം. എന്തായി? കടപ്പുറത്ത് നാട്ടുകാരും പോലീസുകാരും ആ ഡിക്രൂസിന്റെ പെണ്ണ് രാജമ്മയുടെ ശവം അടിഞ്ഞിട്ടുണ്ട്. ആ പെണ്ണിനെ അവൻ കൊന്നതാണെന്നാ എനിക്ക് തോന്നുന്നത്. അതിരിക്കട്ടെ, നമ്മുടെ കാര്യം പറ. ഇനിയിപ്പോ ആളൊഴിഞ്ഞ തോണി അടുപ്പിക്കാൻ ഒക്കൂ. വേണ്ട, ലോഞ്ച് കൊയിലാണ്ടിക്കോ തലശ്ശേരിക്കോ പോട്ടെ, അവിടെ ഇറക്കിയാ മതി. അല്ല മാഡം, ഇവിടെ എല്ലാ ഏർപ്പാടും പറഞ്ഞതനുസരിക്കുക. നിങ്ങളൊന്നും പറയണ്ട. ശിപായി മുതൽ കസ്റ്റംസ് കളക്ടർ വരെ കോമാളി വേഷം കെട്ടി ചേർത്തിട്ട്. അതിന് കാരണം മനസ്സിലായില്ലേ? കടപ്പുറത്ത് പോലീസുകാരെ കണ്ടപ്പോ ബോട്ടുകാർ വിട്ടുപോയതാവും. എന്നാലും മടങ്ങി വരാതിരിക്കില്ല. ഞാനീ പറയുന്നത് അതിലും വലിയൊരു കാര്യമാണ്. ഇവിടെ കൊണ്ടുവന്ന സ്വർണത്തിന് പകരം അവർക്ക് തിരിച്ചയക്കാനുള്ളത് ഡ്രഗ്സ് ആണ്, മയക്കുമരുന്ന്. അവർക്കത് ഗോവയിൽ നിന്നും കയറ്റാനാണ് പ്ലാൻ. ഗോവ എനിക്ക് കേൾക്കണ്ട. സത്യമാണ് സാർ ഞാൻ പറയുന്നത്. ഞാൻ വിശ്വസിക്കില്ല. ഞങ്ങളുടെ സെറ്റ് മറ്റൊരിടത്തേക്ക് തിരിച്ച് നിങ്ങൾ വേറെ കാര്യം സാധിക്കും. അതല്ലേ പ്ലാൻ? നടക്കില്ല. മിസ്റ്റർ നമ്പ്യാർ, ഞാൻ പറയുന്നൊന്ന് കേൾക്കണ്ട. മേലിൽ ഇത്തരം കെട്ടുകഥകളുമായി എന്റെ മുമ്പിലേക്ക് വരരുത്. ഓണം മിസ്റ്റർ. ഇവരെ കൊണ്ടും കാര്യമില്ല. നാളെ ആ പൊടി അവരിവിടുന്ന് കടത്തിയ ഞാൻ തോൽക്കും. അത് സമ്മതിക്കരുത്. നേരിട്ട് എതിർത്താലും കുഴപ്പമില്ല മുരളി. ഒറ്റ വഴിയുള്ളൂ. ഇൻസ്പെക്ടർ ബലറാം. ഇന്നും മാഡത്തിനും സഹദേവനും വഴങ്ങാതെ നിൽക്കുന്ന ഒരേ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. നീ അയാളെ പോയി കാണണം. ഞാനോ? എന്നെ കാണുമ്പോഴേ ആ കരടിക്ക് കലി കയറും. പേടിക്കണ്ടോ? കരടിയാണെങ്കിലും ഓൻ നെറിയുള്ളവനാ. ഈ ബലറാമിനെ കണ്ട് കാര്യം പറയും. എന്താടോ സാർ, എനിക്ക് താൻ ആ ഹുസൈൻ സാഹിബിന്റെ ഡ്രൈവർ അല്ലേ? അന്നത്തെ തന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. പുറത്തറിഞ്ഞ തലപോകുന്ന കേസാ. നാളെ ഇവിടുന്ന് സഹദേവന്റെ പാർട്ടി ഗോവയിലേക്ക് കുറെ പൊടി കൊണ്ടുപോകുന്നുണ്ട്. എന്ത് പൊടി? മരുന്ന്, മയക്കുമരുന്ന്. മാഡത്തിന്റെ സ്കൂൾ കുട്ടികളെ നാട് കാണിക്കാൻ കൊണ്ടുപോകുന്ന ബസ്സിലാ. എടോ തോന്നെ. സത്യമാണ് സാർ.
എന്താണ് ആ പട്ടി നീ കാണിക്കുന്നത്? ഒക്കെ ഇനി വിടണം. ഞാൻ തരില്ല. എന്റെ 2 മക്കളും അതിനകത്തുണ്ട് സർ. സർ പ്ലീസ്. സർ ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കണം. സർ പ്ലീസ്. സർ സർ എന്റെ കുട്ടികൾ. മണി സാരമില്ല, നിങ്ങൾ പേടിക്കണ്ട. ഇതാരാടാ? സഹദേവൻ മുതലാളിയുടെ. സത്യം പറഞ്ഞാൽ നിന്നെ ശിക്ഷിക്കില്ല. മാപ്പ് സാക്ഷിയാക്കാം. ഇതിന്റെ ബാക്കി എവിടെ ഉണ്ട്? മുതലാളിയുടെ വീട്ടിൽ